അങ്ങനെ മനസ്സുകൾ ശുദ്ധിയാകുമ്പോൾ എന്നുള്ളതാണ്. വിവേകം കൊണ്ട് മനസ്സ് ശുദ്ധിയാകുമ്പോൾ ഈ അന്ധക്കരണ വൃത്തി ബ്രഹ്മാകാരമാകുമ്പോൾ എന്നർത്ഥം. എപ്പോഴാണോ മനസ്സ് സത്വഗുണ പ്രധാനമാകുന്നത് അപ്പോഴ് ബ്രഹ്മാകാര വൃത്തി ഇതിലുണ്ടാവും. ബ്രഹ്മാകാരമാകുകയാണ് മനസ്സ്, ഇതിൻ്റെ അഖണ്ഡാകാരമാകുകയാണ്. ഇതിനാണ് ബ്രഹ്മാകാരം എന്ന് ആകുമ്പോൾ വൃത്തി ബാഹ്യത്തിൽ ചെല്ലാതെ ശരീരത്തിനുള്ളിൽ തന്നെ ഇരിക്കുന്നു. ആ വൃത്തിയോട് ബ്രഹ്മം സംബന്ധിക്കുന്നു. അതിനാൽ ബ്രഹ്മജ്ഞാനവും സുഖദുഃഖജ്ഞാനം എന്ന പോലെ പ്രത്യക്ഷമായി തന്നെ ഇരിക്കുന്നു. ഈ ബ്രഹ്മജ്ഞാനം പ്രത്യക്ഷമായിട്ട് തന്നെ ഇരിക്കുന്നു. എന്നാൽ സുഖാകാര ദുഃഖാകാര വൃത്തികളിൽ ബാഹ്യ സാധനാപേക്ഷയില്ല. അതിനാൽ സുഖദുഃഖങ്ങൾ സാക്ഷിഭാസ്യങ്ങളായിരിക്കുന്നു. ബ്രഹ്മാകാര അന്ധക്കരണ വൃത്തിയിൽ ഗുരുവിൽ നിന്നും കേട്ട വേദവചനത്തിൻ്റെ സ്തോത്രത്തോടുള്ള സംബന്ധത്തെ ബാഹ്യ സാധനമായി വേണമെങ്കിൽ പറയാം. അതിനാൽ ബ്രഹ്മം സാക്ഷിഭാസ്യമല്ല. ഇപ്രകാരം വിഷയത്തോട് വൃത്തി സംബന്ധിക്കുമ്പോൾ പ്രത്യക്ഷജ്ഞാനം ഉണ്ടാകുന്നു. ഞാൻ ബ്രഹ്മം എന്ന വൃത്തിക്ക് വിഷയമാകുന്ന ബ്രഹ്മത്തോട് ആ വൃത്തി സംബന്ധിക്കുന്നതിനാൽ ബ്രഹ്മജ്ഞാനം പ്രത്യക്ഷമായിരിക്കുന്നു. ധൂമത്തെ കാണുന്നതിനാൽ അഗ്നിയുടെ ജ്ഞാനം ഉണ്ടാകുമ്പോൾ ധൂമജ്ഞാനം പ്രത്യക്ഷമായിരിക്കുന്നു. അഗ്നിജ്ഞാനം പ്രത്യക്ഷമല്ല. എന്തെന്നാൽ അന്ധകരണ വൃത്തി നേത്രദ്വാര ധൂമത്തോട് സംബന്ധിക്കുന്നു. അതിനാൽ ധൂമജ്ഞാനത്തെ പ്രത്യക്ഷമെന്ന് പറയുന്നു. അനുമാനത്താൽ അന്ധകരണ വൃത്തി ശരീരാന്തർഭാഗത്തിൽ അഗ്നിയുടെ ആകാരത്തെ ധരിക്കുന്നു. എന്നാൽ അഗ്നിയോട് വൃത്തി സംബന്ധിക്കുന്നില്ല. അതുകൊണ്ട് അഗ്നിയുടെ ജ്ഞാനം പ്രത്യക്ഷ ജ്ഞാനമാകയില്ല. ഈ വിധത്തിൽ വൃത്തിയോട് വിഷയം സംബന്ധിക്കുമ്പോൾ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നതായി പറയുന്നു. വൃത്തിയോട് വിഷയം സംബന്ധിക്കാത്തപ്പോഴും വിഷയം ദൂരത്തിലോ ഭൂതകാലത്തിലോ ഭാവി കാലത്തിലോ ഉണ്ടാകാം. അഥവാ അനുമാനത്തിനാലോ ശബ്ദത്താലോ വിഷയാകാര വൃത്തി ശരീരാന്തർഭാഗത്തിൽ ഉണ്ടാവാം. അപ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനത്തെ പരോക്ഷജ്ഞാനമെന്ന് പറയുന്നു. ഇന്ദ്രിയജന്യ ജ്ഞാനം തന്നെ പ്രത്യക്ഷജ്ഞാനമെന്ന നിയമമില്ല. സുഖദുഃഖങ്ങളുടെ ജ്ഞാനം ഇന്ദ്രിയജന്യമല്ലാതെയും പ്രത്യക്ഷജ്ഞാനമായിരിക്കുന്നത് പോലെ ദശമപുരുഷ ജ്ഞാനം ശബ്ദജന്യമായിരുന്നാലും പ്രത്യക്ഷമായിരിക്കുന്നു. ഈ വിധത്തിൽ ഗുരുമൂലമായി ശ്രവണം ചെയ്ത് മഹാവാക്യ രൂപ വേദശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ബ്രഹ്മജ്ഞാനവും പ്രത്യക്ഷമായി തന്നെ ഇരിക്കുന്നു. ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഈ മനസ്സ് ശുദ്ധമാകാനായിട്ടാണ് എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തത്വവിചാരം പോലും മനസ്സിൻ്റെ ശുദ്ധിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. തത്വം എന്ന് വെച്ചാൽ 96 തത്വം, 36 തത്വം, 25 തത്വം, 17 തത്വം. സ്വാമി പറയും 3 തത്വം 1 തത്വം. ഈ എന്തിനാണ് ഈ ചുരുക്കിയും പെരുക്കിയും ഈ തത്വങ്ങളുടെ നിരൂപണം വെച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ, അധികാരി പുരുഷന്മാർക്ക് വേണമെങ്കിൽ 1 തത്വത്തെ നിരൂപണം ചെയ്താൽ മതി. 3 തത്വത്തെ, അതാണ് തത്വമസി, അതാണ് 3 തത്വത്തെ നിരൂപണം ചെയ്യണം. ത്വം തൽ ത്വം അസി, അതായത് ജീവൻ, ഈശ്വരൻ, ശിവൻ. ഈ മൂന്നെണ്ണത്തിന് നേതിയാണ് പറഞ്ഞത്, ആ തത്വമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ ചുരുക്കിയും പെരുക്കിയും ഈ തത്വ നിരൂപണം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം വിവേകം ഉണ്ടായി മനസ്സ് നിശ്ചലമാകാനാണ്. മനസ്സ് ശാന്തമായാൽ അപ്പോഴും തന്നെ ഘടാവുന്ന ആ ബ്രഹ്മാകാര വൃത്തി, അഖണ്ഡാകാര വൃത്തി ഇതിൽ വരും. ഈ അഖണ്ഡാകാര വൃത്തി ജ്ഞാനമാണ് കൂടസ്ഥനെ മറച്ചിരിക്കുന്ന ആവരണത്തെ നീക്കുന്നത്. കൂടസ്ഥൻ എന്ന് വെച്ചാൽ തൻ്റെ യഥാർത്ഥ സ്വരൂപം, യഥാർത്ഥ രൂപം ഇപ്പോൾ ഒരു ആവരണം കൊണ്ട് മറഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ ആവരണം കൊണ്ട് മറഞ്ഞെന്നല്ലാതെ അതിനെ മറയ്ക്കാൻ ഒന്നിനാലും സാധ്യമല്ല. സൂര്യനെ മറയ്ക്കാൻ കാർമേഘത്തിന് സാധിക്കുമോ? ഇനി ഒരുപക്ഷെ സൂര്യനെ കാർമേഘം മറച്ചാലും ആ കാർമേഘം പോലും സൂര്യൻ്റെ പ്രഭാവം കൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പ്രവൃത്തി അതിലുണ്ടാവുന്നു, വ്യവഹാരം ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും എല്ലാത്തിനും ആധാരഭൂതമായി ഈ ആത്മാ വർത്തിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ബ്രഹ്മാകാര വൃത്തി എന്ന് പറഞ്ഞില്ലേ, 3 വൃത്തിയാണ് മനസ്സിന് പ്രധാനം. അതിൽ വിഷയാകാര വൃത്തി വിഷയത്തിൻ്റെ ആവരണത്തെ മാറ്റി വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി ചെറിയൊരു പറയണമെങ്കിൽ, ഈ കാണുന്നതെല്ലാം നമുക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഒരു അവ്യക്തമായ ഒരു അനുഭവമാണ് നമുക്ക് ആദ്യം ഇരിക്കുന്നത്. പക്ഷേ ഇതെന്താണെന്ന് അറിയണമെന്നുള്ള ജിജ്ഞാസയോടുകൂടി അതിനെ നോക്കുമ്പോൾ, അത് കാണേണ്ടതാണെങ്കിൽ ഇന്ദ്രിയങ്ങളിൽ കണ്ണിലൂടെ ആ വൃത്തി പുറപ്പെട്ട് ആ വിഷയത്തിൻ്റെ ചെന്ന് ആ വിഷയത്തിൻ്റെ ആവരണത്തെ നീക്കി ഇത് മരമെന്നും ഇത് പടമെന്നും
ഇത് അങ്ങനെ ഓരോന്നിനും പ്രകാശിപ്പിക്കുന്നു. ഇതുപോലെയാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് വിഷയകരവൃത്തി ജ്ഞാനം വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നത്. വിഷയങ്ങളെ പ്രകാശിപ്പിച്ചില്ലെങ്കിൽ സാമാന്യമായി വിഷയങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്, അത് തന്നെ ബാധിക്കുന്നുമില്ല. ഇത് എന്താണെന്ന് അറിയണമെന്നുള്ള ഒരു ജിജ്ഞാസ, ഉത്സാഹം, അതാണ് ഈ പറഞ്ഞ ജീവബുദ്ധിയാണത്. അപ്പോൾ അത് വരുമ്പോഴാണ് ഈ വിഷയകാര വൃത്തി ഇതിൽ ഇങ്ങനെ നിരന്തരമായ വിഷയകാരത്തെ വൃത്തിയുടെ പ്രവാഹം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഈ അഖണ്ഡാകാര വൃത്തിജ്ഞാനം ഉണ്ടാകാൻ വളരെ പാടാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഈ വിഷയങ്ങൾ ജഡങ്ങളാണ്. വാസ്തവത്തിൽ ഇത് എന്തിനു വേണ്ടിയാണ് നീ ഇതിൽ ആരായുന്നത്? ഇതിൽ സുഖമുണ്ടെന്നുള്ള ഒരു കാര്യം കൊണ്ടല്ലേ. അവർ പറഞ്ഞു ഇതിൽ സുഖമില്ല, ഇത് അനന്ത ജഡ ദുഃഖരൂപമായിട്ടാണ് ഈ ഈ വിഷയങ്ങളെല്ലാം ഇരിക്കുന്നത്. അനന്തം ജഡം ദുഃഖം എന്ന് പറഞ്ഞാൽ ഒന്ന് തീരെ ഇല്ലാത്തതെന്നർത്ഥം അനന്തം. രണ്ടാമത് ജഡമെന്ന് വെച്ചാൽ ചൈതന്യം ഇല്ലാത്തത് എന്നർത്ഥം. ദുഃഖം എന്ന് പറഞ്ഞാൽ ആനന്ദം, സുഖമില്ലാത്തത് എന്നർത്ഥം. ഈ രൂപത്തിൽ ഒരു അനിത്യ പദാർത്ഥത്തിനോട് നിനക്ക് ഈ താല്പര്യം എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് നീ സൂക്ഷ്മത്തിൽ ആലോചിക്കണം. എന്തിനാണ് ആലോചിക്കേണ്ടത്? ഇത് സംബന്ധിച്ചുള്ള വിഷയാകാര വൃത്തിയെ നിരോധിക്കാൻ വേറെ വഴിയില്ല. മറ്റെന്തെല്ലാം താൽക്കാലികമാണ്. പ്രാണനെ ബന്ധിച്ചും നാമം ജപിച്ചും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തും ഒക്കെ നമ്മൾ ഈ വിഷയ നിരോധനം ചെയ്യുന്ന രൂപത്തിൽ നിൽക്കുന്ന എന്തിനാണ്? മനസ്സ് ശാന്തമാവാനാണ്. മനസ്സ് എപ്പോൾ ശാന്തമാകുമോ, ചിന്മാനസ്വാമി പറയും, മനസ്സ് എവിടെ നിൽക്കുമോ അവിടെ പരമാനന്ദം പൊട്ടിപ്പുറപ്പെടുമോ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ നിശ്ചലത്വത്തെ ആകാംക്ഷിച്ചാണ് ഇതെല്ലാ പദ്ധതികളും ഒരുക്കിയിരിക്കുന്നത്. അതെന്തിനാണ് ഈ അഖണ്ഡാകാര വൃത്തി ഉണ്ടാകുന്നത്? അവർ ഉദ്ദേശിച്ചതാണ്. കാരണം ആ കൂടസ്ഥ ദർശനം വരാതെ, അതായത് 9 ലക്ഷ്യമായി വരാതെ, അതായത് ജീവൻ മുക്തി സ്റ്റേറ്റ് വരാതെ ഒരു കാര്യവും നടന്നിട്ടില്ല. ആർക്കെങ്കിലും ഒരുപാട് പഠിച്ചു, വേദം പഠിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവിടെ പോയി, പ്രയാഗയിൽ പോയി, എവിടെ പോയി, കാശി പോയി, എന്ത് പോയാലും 9 ലക്ഷ്യമായ കൂടസ്ഥ ദർശനം വന്ന ജീവൻ മുക്തി പദവി വരാതെ ഒരു പ്രയോജനമില്ല. വേദം തന്നെ പറഞ്ഞിരിക്കുക, അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് തഞ്ചമാം ഗുരുവും ചെന്ന തത്വ വഴി തപ്പാമൽ പഞ്ചകോശവും കടന്ന് പാഴയും തള്ളി ഉള്ളിൽ കൊഞ്ചമാം ഇരുപ്പും വിട്ട് കൂടസ്ഥൻ ബ്രഹ്മമെനും നഞ്ചവും നഴുകി ഒന്നായി നിന്റെ പൂരണത്തെ കണ്ടായി. ഇതൊക്കെ പദ്യത്തിൽ ഇതിലോട്ട് വരും. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഈ രൂപത്തിൽ ആ തഞ്ചം എന്നൊരു വാക്ക് ആദ്യം സമീപിച്ചു. അത് തന്നെ ഒരു സ്റ്റേണിറ്റിയാണ്. പിന്നീട് ഒരു കാര്യം അതിൽ വരരുത്. അതാണ് തഞ്ചം. അപ്പോൾ ആ രൂപത്തിലാണ് ഇതിൽ പഴകി വരേണ്ടത്. ഈ ബ്രഹ്മാകാര വൃത്തിയാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് ജ്ഞാനമുണ്ടാവുന്നുണ്ട്. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ അഷ്ട പ്രമാണങ്ങളെ കൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം പർവ്വതത്തിൽ ധൂമം കണ്ടാൽ നമുക്ക് അഗ്നിയുടെ ജ്ഞാനം ഉണ്ടാകുന്നു. അതിൽ ധൂമം പ്രത്യക്ഷ ജ്ഞാനവും, അതായത് പരോക്ഷ ജ്ഞാനവും, അഗ്നി അപരോക്ഷ ജ്ഞാനവുമാണ്. കാരണം ധൂമം കണ്ടിട്ട് ധൂമം ഹേതുവായിട്ട് അഗ്നി നിശ്ചയിക്കപ്പെടുകയാണ്. ഇതാണ് പരോക്ഷ ജ്ഞാനം. ധൂമം കണ്ടിട്ട് അഗ്നി നിശ്ചയിക്കപ്പെടുകയാണ്. ഇതാണ് പരോക്ഷ ജ്ഞാനം. ഇപ്പോഴും നമ്മുടെ ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളെ കണ്ടിട്ട്, ഗുരുക്കന്മാരുടെ പഠിതികളെ കണ്ടിട്ട് ബ്രഹ്മം നിശ്ചയിക്കപ്പെടുന്നത് അത് പരോക്ഷ ജ്ഞാനമാണ്. അവർ പറഞ്ഞു, നീ ബ്രഹ്മമാണ് കുഞ്ഞെ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം നിരൂപണം ചെയ്യുമ്പോൾ നീ ഈ കാണുന്ന ദേഹമോ ഇന്ദ്രിയമോ മനസ്സോ ബുദ്ധിയോ ചിത്തമോ അഹങ്കാരമോ പ്രാണനോ അല്ല എന്നാണ്. നീ ആത്മാവാണ്, നീ ബ്രഹ്മമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിരൂപിച്ചത് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ ഇതിൽ നിൽക്കും. ദേഹമാണ് ഞാനെന്നിരിക്കുന്നതിനെയാണ് ചാർവാകൻ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞില്ല, നൈയായികന്മാർ, ചാർവാകന്മാർ, ബൗദ്ധന്മാർ, ബുദ്ധിയാണ് പിന്നെ ആത്മാവെന്ന് പറയുന്നതിനാണ് ബൗദ്ധന്മാരെന്ന് പറയുന്നത്. ശരീരമാണ് ആത്മാവെന്ന് പറയുന്ന ചാർവാകന്മാർ. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആത്മാവാണെന്ന് എടുത്തിരിക്കുന്ന പൂർവപക്ഷികളെയാണ് പറഞ്ഞത്.
ശങ്കരോത്പാദർ പറഞ്ഞു, ദേഹം പ്രാണം അഭീന്ദ്രിയാണ്യ അഭിജലാം ബുദ്ധിഞ്ച ശൂന്യം വിധോ ത്രിബാലാന്ത ജഡോപമസ്തു അഹവിധി ഭ്രാന്താപ്രശ്യവാദിന. ഇതെല്ലാം സ്ത്രീ ബാല അന്ധ ജഡോപമസ്ത്വഹം ഇത് ഭ്രാന്താപ്രശ്യവാദിന. ഈ പറയുന്ന ദേഹമാണ് ആത്മ, പ്രാണനാണ് ആത്മ, ഇന്ദ്രിയങ്ങളാണ് ആത്മ, അഭിചലാം ബുദ്ധി, ബുദ്ധിയാണ് ആത്മ, ശൂന്യമാണ് ആത്മ. ഇത് ശൂന്യവാദികൾ, ശൂന്യമാണ് ആത്മാവ്. ഇവരെല്ലാം ആരോട് ഉപമിച്ചു എന്ന് ചോദിച്ചാൽ സ്ത്രീ ബാല അന്ധ ജഡൻ ഉപമസ്തഹമിതി. ഇത് ഈ രൂപത്തിൽ ഭ്രാന്ത, അങ്ങനെയുള്ളവരുടെ ഭ്രാന്താദൃശ്യം വാദിന, ഒരു ഭ്രാന്തി കൊണ്ട് വെറുതെ പറയുന്നതാണ്, വാസ്തവമല്ലെന്ന്. ഇതാണ് ഈ പൂർവപക്ഷ മതങ്ങൾ. ഈ മതങ്ങളെയാണ് ഭഗവത്പാദന് ഒരു ചെറിയ ഒരു പദ്യം കൊണ്ട് ಖಂಡಿച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ ഈ ജ്ഞാനം പ്രത്യക്ഷമെന്നും പരോക്ഷമെന്നും അപരോക്ഷമെന്നും രണ്ട് രൂപത്തിലിരിക്കുന്നു. അപ്പോൾ പരോക്ഷ ജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ധൂമം കണ്ട് അഗ്നിയെ നിശ്ചയിക്കുന്നത് പോലെയുള്ളൊരു ജ്ഞാനമാണ്. അവർക്ക് അത് അപരോക്ഷമായിട്ടിരിക്കുന്ന ജ്ഞാനം ഉണ്ടായില്ല, പരോക്ഷമായ ഒരു ജ്ഞാനമേ അവർക്കുള്ളൂ. വാസ്തവത്തിൽ ഇവിടെ അപരോക്ഷ ജ്ഞാനം സംഭവിക്കണം. ഈ രൂപത്തിലാണ് ഇത് പ്രയോജനപ്പെടുന്നത്. അതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് ഈ ഇതിലൂടെ നമുക്ക് തന്നത്. അത് വിഷയാകാര വൃത്തി, മനസ്സിൻ്റെ 3 വൃത്തികളിൽ വിഷയാകാര വൃത്തി, അഖണ്ഡാകാര വൃത്തി, വിവേകവൃത്തി. ഇതിൽ അഖണ്ഡാകാര വൃത്തി ജ്ഞാനമാണ് കൂടസ്ഥന മറിച്ച ആവരണത്തെ നീക്കുന്നത്. ഇനി വിവേകവൃത്തി ജ്ഞാനമാണ് ബ്രഹ്മത്തെ മറിച്ച ആവരണം നീക്കുന്നത്. അതായത് 9 എന്ന് വെച്ചാൽ ജീവൻ്റെ ഉപാധികളെ നേതി ചെയ്ത് അതിനവധിയിൽ കൂടസ്ഥ ദർശനം വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഈശ്വര ഉപാധികളെ നേതി ചെയ്ത് അതിൻ്റെ അവധിയിൽ ബ്രഹ്മത്തിൻ്റെ അനുഭവം വരുന്നതാണ്. ഇങ്ങനെ ഇത് രണ്ടും കൂടെയുള്ള ഐക്യമായിട്ട് മൂന്നാമത് പറഞ്ഞു, ശിവ ഐക്യം പറഞ്ഞു. ഇത് ഈ 3 രൂപത്തിലാണ് ഈ ശാസ്ത്രം ഒരാൾക്ക് അപരോക്ഷ ജ്ഞാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്രകാരം തൻ്റെ ആത്മാവിനെ ബ്രഹ്മരൂപമായി അറിഞ്ഞ് ഭേദഭ്രമത്തെ കളഞ്ഞ് ആവരണം നീങ്ങിയതായ അന്ധക്കരണവൃത്തി ഞാൻ ബ്രഹ്മം എന്നായി പരിണമിക്കുന്നു. ഈ മനസ്സ് തന്നെ ആ സത്വഗുണപ്രധാനമായി വരുമ്പോൾ അതിൽ വരുന്ന തത്വമസി ഉപദേശത്തിൽ അത് ബ്രഹ്മമായി പരിണമിക്കുമെന്നാണ്. ഇതാണ് അനുഭവം. ഇതിനെയാണ് അനുഭവം എന്ന് പറയുന്നത്. അവിടെയും അത് വൃത്തിയാണ്, ബ്രഹ്മാകാര വൃത്തിയാണ്. ബ്രഹ്മത്തെപ്പറ്റി പറയുന്നത് അത് അവാഗ്മന സഹോദരം. അതിനെപ്പറ്റി പറയാനോ ചിന്തിക്കാനോ ഊഹിക്കാനോ ഒന്നും ആർക്കും സാധ്യമല്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഈ ശരീര അളവ് വരെ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇവർ പറയുന്നു, ഈ അഖണ്ഡാകാര വൃത്തി ഞാൻ ഉണ്ടാക്കണം. അതിന് എന്താണ് തടസ്സം? വിഷയാകാര വൃത്തികളാണ്. വിഷയാകാര വൃത്തികൾ എന്ന് വെച്ചാൽ വിഷയത്തിൽ സത്യബുദ്ധിയോടുകൂടി നിൽക്കുമ്പോൾ മനസ്സ് ഉൽപ്പാദിപ്പിക്കുന്ന രാഗദ്വേഷ മതമത്സരങ്ങളാണ്. ഇതിനെയാണ് പരിപൂർണമായി എടുത്തു കളയാൻ വേണ്ടി പറഞ്ഞത്. അതിനവർ ഉപദേശിച്ചത് വേറൊന്നുമല്ല, ഇതെല്ലാം കേവലം ഉപാധികളാണ്. ഈ ഉപാധിയെ നോക്കിക്കൊണ്ട് അത് ചെറുതെന്നും വലുതെന്നും അത് കൊള്ളാമെന്നോ കൊള്ളില്ല എന്നോ എന്നുള്ള ഭേദബുദ്ധിയെ നീ നിരാകരിച്ചാൽ ഇതിൻ്റെ അന്തസ്വത്തായി നിൽക്കുന്നത് നീ തന്നെയാണ്. ഈ ആത്മാ തന്നെയാണ് സർവത്ര പരിപൂർണമായിരിക്കുന്നത്. പക്ഷേ അതിൽ ഉപാധിയോട് കലർന്ന്, അത് ഉദാഹരണം അവർ പറയുന്നതാണ്, സ്വർണം തന്നെ മാലയായിട്ടും വളയായിട്ടും മോതിരമായിട്ടും കമ്മലായിട്ടും അരിഞ്ഞാണമായിട്ടും ഒക്കെ ഇരിക്കുന്നെങ്കിലും അവർ പറയുന്നു മോതിരവും മാലയും 2 തന്നെയാണ്, അതുപോലെ വളയും കമ്മലും 2 തന്നെയാണ്. അതെങ്ങനെ? ആകൃതി കൊണ്ടും അതിൻ്റെ നാമം കൊണ്ടും രൂപം കൊണ്ടും. പക്ഷേ ഈ നാമരൂപങ്ങൾ 2 എടുത്തു കളഞ്ഞാൽ സ്വർണം എന്നുള്ള അതിൻ്റെ ആധാരമായ സ്വർണത്തെ നോക്കുമ്പോൾ ഇതെല്ലാം ഒന്നാണ്. ഇതുപോലെയാണ് വാസ്തവത്തിൽ ഇതെല്ലാം നാമരൂപങ്ങളെ കൊണ്ട് പരിച്ഛിന്നമായിട്ട് തോന്നുന്നതെല്ലാം വാസ്തവത്തിൽ അപരിച്ഛിന്നമായിരിക്കുന്ന ആത്മാ തന്നെയാണ്. അതിനെ പരിശോധിച്ച് ചെല്ലുന്നതിനെയാണ് വിചാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് പരിശോധിച്ച് നോക്കുമെന്ന് വേദം പറയും. നീ ഒന്ന് ആരാഞ്ഞ് നോക്കും. ഇത് ആരായലാണ്. ആരായുകിൽ അന്ധത്വം അകന്ന്. ഈ അന്ധത്വം എന്ന് പറയുന്നത് ഇത് കേവലം ആ നാമരൂപങ്ങളുള്ള ഭ്രമമാണ്. ആ നാമരൂപങ്ങളെ വിട്ടാൽ അത് വാസ്തവത്തിൽ ചൈതന്യം തന്നെയാണ്.
അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരു ചൈതന്യമാണോ? അല്ല, താൻ തന്നെയാണത്. ചൈതന്യം രണ്ടില്ല. പക്ഷെ നാമരൂപങ്ങളെ കൊണ്ട് സ്വർണം തന്നെ, സ്വർണം നാമരൂപങ്ങളെ കൊണ്ട് കടുക്കനും മോതിരവും കുണ്ടലും, അതുപോലെ മണ്ണ് അതിൻ്റെ ഉപാധി സ്വീകരിച്ച് കടമായിട്ടും കുടമായിട്ടും കരച്ചട്ടിയായിട്ടും ഇരിക്കുന്നത് പോലെയാണ്. വാസ്തവത്തിൽ അതിനെ പരിശോധിച്ച് ചെന്നാൽ അവർ പറയുന്നു ഈ കാരണമായ മണ്ണ് തന്നെയാണ് ഈ കാര്യത്തിൽ ഉടനീളം ഇരിക്കുന്നത്. ഇനി ആ കാരണത്തെ ഇതിൽ നിന്ന് പിൻവലിച്ചാൽ ഈ കാര്യത്തിന് എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ? അവർ ചോദിക്കുന്ന ചോദ്യമാണ്. തീർത്തുമില്ല. വാസ്തവത്തിൽ കാര്യമായിരുന്നതും കാരണമായ മണ്ണ് തന്നെയാണ്. ഇതെല്ലാം കാര്യരൂപമായിട്ടാണ് നാനാവായിട്ട് ഇത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പരിശോധിച്ച് തന്നാൽ ആ ഏകമായിരിക്കുന്ന ആത്മാവായിട്ട് കാണാം. ഈ പരിശോധനയാണ് അവർ പറഞ്ഞത്. ഇത് നമുക്ക് പരിശോധിക്കാൻ ശേഷിയില്ലാത്തവരാണ് പറഞ്ഞു ഇത് സർവം ഖലു ഇതം ബ്രഹ്മ, ഈശാവാസ്യം ഇതം സർവം എന്നൊക്കെ അവർ പറഞ്ഞ് നമ്മളെ ബോധിപ്പിക്കുകയാണ്. നമുക്കതിൽ പിടിവരാത്ത എന്താണ്? നമ്മൾ കേവലം അതിൻ്റെ പുറച്ചട്ടയെ നോക്കിക്കൊണ്ട്, ആ നാമത്തെയും രൂപത്തെയും നോക്കിക്കൊണ്ട് അതിൽ കുറവ് ഈ പറയുന്ന ഭേദബുദ്ധിയെ ജനിപ്പിച്ചുള്ളത്. കൊള്ളാം, അത് കൊള്ളില്ല, ഇത് കൊള്ളാം, ഓ അത് വലുതാണ്, ഇത് ചെറുത്. ഇങ്ങനെ ഈ രീതിയിൽ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ആപേക്ഷിക ജ്ഞാനത്തെ കൊണ്ട് ഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ചിലതിനോട് ഇഷ്ടം, ചിലതിനോട് വെറുപ്പ്, ചിലതിനോട് ഇങ്ങനെ ഈ രൂപത്തിൽ രാഗദ്വേഷ മതമത്സരങ്ങളെ ഇട്ട് അമ്മാനമാടി കളിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ജീവിതം മുഴുവൻ വ്യർത്ഥമാക്കി കളയുന്നതെന്നാണ് അവരുടെ ജൽപ്പനം. കാരണം എന്താണ്? ഇതിൽ കാര്യമാത്ര പ്രസക്തി ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? നമ്മൾ ഇതിൻ്റെ പുറംചട്ട കണ്ടത് അതിൻ്റെ വാസ്തവത്തെ അല്ല അറിയുന്നത്. കയറിനെ അറിഞ്ഞാൽ പാമ്പിൻ്റെ ഭ്രമം അവിടെ പോയി. പാമ്പിനെ കണ്ടിട്ടാണ് ഈ കാണിക്കുന്ന ഭ്രമങ്ങളെല്ലാം ഇതിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പരിശോധിച്ച് എന്നാൽ അതിൽ കയറാണെന്ന് കാണാൻ സാധിക്കും. പാമ്പെന്നുള്ളത് ത്രികാലത്തും ഇല്ലാത്തതാണെന്നും അതൊരു ഭ്രമമാണെന്നും കാണാൻ സാധിക്കും. അങ്ങനെ ആ ഭ്രമം നീങ്ങി നിൽക്കുന്ന ശുദ്ധ ബുദ്ധി ഈ ബ്രഹ്മാകാരമായി തൻ്റെ കൂടസ്ഥനെ മറിച്ച് ആവർത്തിച്ചവൻ കൂടസ്ഥമായിട്ട് പ്രകാശിക്കും. ബ്രഹ്മമായി ഇവിടെ എഴുതിയിരിക്കുന്ന ബ്രഹ്മമായിട്ട് തന്നെ അത് പരിണമിക്കുമോ? ശാസ്ത്രമല്ലേ ഇത്? നമുക്ക് അതിലപ്പുറം വേറെ എന്തോ പറയാതിരിക്കുന്നു. ഈ രൂപത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ വന്നു ഇത്ര കാലം ജീവിച്ചിരിക്കുന്നു ഒരു പിടിയില്ല ആർക്കും. ഇത്ര കാലമിരിക്കുമിനി എന്ന് അത്ര അല്ലെ പൂന്താനം എഴുതിയത് അത്ര ആർക്കും അറിഞ്ഞൂടാ ശിവശിവ എന്നൊക്കെ എഴുതി വെച്ചു. കാരണം അത്രയ്ക്കും വലിയ ഒരു സീരിയസ് മാറ്ററിൽ നമ്മൾ അകപ്പെട്ടു. നമ്മളൊരു കുടുക്കി പെട്ടുപോയി. ഇത് എങ്ങനെ രക്ഷപ്പെടാം? അതിങ്ങ് വന്ന് പാഞ്ഞ് നമ്മളെ വീഴുന്നതിന് മുമ്പേ ഈ കുടുക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളത് ഓരോരുത്തരും കരുതി പരിശ്രമിക്കേണ്ടതാണ്. ഇവിടെ കളിക്കാൻ സമയമില്ല. കളി എന്ന് പറഞ്ഞാൽ ഇതാണ്, മനസ്സിനെ വെച്ച് ഈ രാഗദ്വേഷ മതമത്സരങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുന്നതാണ്. ഈ കളിക്ക് ഇവിടെ സമയമില്ല. ഇത് മാറ്റി വെച്ചുകൊണ്ട് എപ്പോഴും ആ ബ്രഹ്മാകാര വൃത്തിയെ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് നമ്മൾ ജാഗരൂകരാകും. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. 28ാമത്തെ പദ്യത്തിൽ ഇപ്പടിപ്പോലെ നാമരൂപങ്ങൾ ഇരണ്ടുമിന്റിയോ ഒപ്പമായോ രണ്ടറ്റൊണ്ടായി ഉണർവൊളി നിറവായി നിൽക്കും. അപ്പിരമത്തിൽ തോன்றும் ஐம்பூத വികാരമെല്ലാം ചെപ്പു കൽപ്പനയിനാലേ ജനിത്തവൻ്റെ അറിந்துക്കൊള്ളേ. ഇപ്പടിപ്പോലെ നാമരൂപങ്ങൾ ഇരണ്ടുമിന്റി ഒപ്പമായി ഇരണ്ടറ്റൊണ്ടായി ഉണർവൊളി നിറവായി നിൽക്കും. അപ്പിരമത്തിൽ തോன்றும் അത്ഭുത വികാരമെല്ലാം ചെപ്പു കൽപ്പനയിനാലേ ജനിത്തവൻ്റെ അറിந்துക്കൊള്ളേ. സ്വാമി എഴുതിയ വ്യാഖ്യാനം. ഇപ്പടിപ്പോലെ എന്ന് വെച്ചാൽ മേൽ ചൊല്ലിയ സർപ്പം മുതലായവ തങ്ങളുടെ അഭാവാധികരണങ്ങളാൽ രജ്ജു മുതലായവയിൽ അവഭാസമാകുന്നത് പോലെ നാമരൂപങ്ങൾ ഇരണ്ടുമിന്റി തന്നിൽ ഒരു നാമമോ ഒരു രൂപമോ ഇല്ലാതെ ഒപ്പമായി സമമായും ഇരണ്ടറ്റൊണ്ടായി അദ്വൈതമായും ദ്വൈതമറ്റേകമായും ഉണർവൊളി നിറവായി ജ്ഞാനമായും പൂരണമായും നിൽക്കും. താൻ നിന്നവണ്ണം നിൽക്കുമെന്ന് വെച്ചാൽ താൻ നിന്നവണ്ണം നിൽക്കുന്ന അപ്പിരമത്തിൽ തനിക്ക് അഭാവാദികരണമായ ബ്രഹ്മത്തിൽ ഐമ്പൂത വികാരമെല്ലാം പഞ്ചഭൂതം മുതലായ വികാരങ്ങളെല്ലാം തോന്നും.
അവഭാസമാകുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ രജ്ജുവിൽ സർപ്പാധ്യാസത്തിന് രജ്ജു അവച്ഛിന്ന ചേതനാശ്രയ അവിദ്യ, അഥവാ രജ്ജുവിൽ ഇത് എന്നുള്ള ആകാരമായ അന്ധകരണ വൃത്തി അവച്ഛിന്ന ചേതനാശ്രിത അവിദ്യ ഉപാദാന കാരണവും രജ്ജുവിൻ്റെ വിശേഷ രൂപ അപ്രതീതി നിമിത്ത കാരണവുമായിരിക്കുന്നത് പോലെ ജഗത്ത് അധ്യാസത്തിന് ഉപാദാന കാരണവും നിമിത്ത കാരണവും ഏതാണെന്നാണെങ്കിൽ ചെപ്പ് കൽപ്പനയിനാല് ഇനി പറയാൻ പോകുന്ന കൽപ്പനകളാൽ ജനിത്തവൻ്റെ ഉണ്ടായതാണെന്ന് അറിந்துകൊള്ള നീ അറിയുക. ഇവിടെ പറയുന്നത് ഇതാണ്, ഈ നാമരൂപ കാര്യങ്ങൾ ഇതിൽ തോന്റി, ഇതാണ് ഭ്രമിപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നിലൊരു നാമവും ഒരു രൂപവും ഇല്ലാതെ ദ്വൈതമറ്റേകമായും ജ്ഞാനമായും സ്ഫുരണമായും പൂരണമായും നിൽക്കുന്ന തനിക്ക് അഭാവാദി കാരണമായ ബ്രഹ്മത്തിൽ ഈ പഞ്ചഭൂത വികാരങ്ങളെല്ലാം, പഞ്ചഭൂതത്തിൻ്റെ വികാരങ്ങളായിട്ടാണ് പറഞ്ഞത്, ഈ പഞ്ചഭൂത വികാരങ്ങളെല്ലാം അവഭാസമാകും. അതെങ്ങനെ രജ്ജുവിൽ സർപ്പം തോന്നിയതുപോലെ. ഇവിടെ രജ്ജുവിനെ പരിശോധിക്കുമ്പോൾ അവർ പറയുന്നു, രജ്ജു അവച്ഛിന്ന ചേതനാശ്രയ അവിദ്യ, അഥവാ രജ്ജുവിൽ ഇതെന്ന ആകാരമായ അന്ധകരണ വൃത്തി അവച്ഛിന്ന ചേതനാശ്രിത അവിദ്യ ഉപാദാന കാരണമായും രജ്ജുവിൻ്റെ വിശേഷ രൂപ അപ്രതീതി നിമിത്ത കാരണവുമായി ആയിരിക്കുന്നത് പോലെ. കാരണം രജ്ജുവിൻ്റെ വിശേഷ രൂപം എന്ന് പറയുന്നത് എന്താണെന്നറിയാം, നമുക്ക് കയറെന്നുള്ളതിനെ പൂർണ്ണമായി കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇതെന്ന് ഉള്ള ഒരു വൃത്തിയാണത്. ഇതം വൃത്തി എന്ന് പറയും. ഇത് എന്ന് വ്യക്തമല്ല, അതിലൊരു സങ്കല്പമായിട്ടൊരു കയറെന്നോ പൂമാലയെന്നോ ഭൂമിയിലെ പിളർപ്പെന്നോ വടിയെന്നോ ഒക്കെ ഉള്ള ആരോപങ്ങളുണ്ടാകും. അത് അവർ പറയുന്നത് ഈ കയറിൻ്റെ വിശേഷ രൂപ അപ്രതീതിയാണ്. വിശേഷ രൂപം എന്ന് പറഞ്ഞാൽ പെനച്ചിലും നാരുമാണ്. കയറെന്ന് പറയുമ്പോൾ നാരും പെനച്ചിലും, ആ പെനച്ചിലും നാരും കാണാതെ വന്നപ്പോൾ എന്തോ ഒന്നെന്നാണ് കിടക്കുന്നത്. ആ എന്തോ ഒന്നിലാണ് പാമ്പെന്നുള്ള ഒരാരോപത്തെ നമ്മൾ കൊണ്ട് ചേർക്കുകയാണ്. വാസ്തവത്തിൽ അത് കയറ് തന്നെ, അപ്പോഴും അത് കയറ് തന്നെ. ചേർത്ത് കഴിയുമ്പോൾ ആ കയറ് പൂർണ്ണമായും അഭാവമായി. ഇതുപോലെയാണ് ഈ ജഗത് പ്രതീതി ഈ അറിവിൽ ഇരുന്നു കൊണ്ട് ഈ അറിവിനെ മറച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ ജഗത് പ്രതീതിയെ, ഇത് പ്രതീതി മാത്രമാണ്, ഇത് നാമരൂപമാണ്, ഇത് വാസ്തവമല്ല എന്ന് പറഞ്ഞ് ശ്രുതി നമ്മളെ വിവേകരാക്കി ഇതിൽ നിന്ന് ആ സത്യബുദ്ധിയെ പിൻവലിച്ച് കളയുക. അതോടുകൂടി തന്നെ യഥാർത്ഥ വസ്തു പ്രകാശിക്കാൻ ആരംഭിക്കും. യഥാർത്ഥമായി കയറ് അറിയണമെങ്കിൽ ആ പാമ്പെന്നുള്ള ആരോപം അവിടെ നീങ്ങണം. പാമ്പെന്നുള്ള ആരോപം നീങ്ങേണ്ടത്, പാമ്പിൽ യഥാർത്ഥത്തിൽ ആരോപം ഉണ്ടായിട്ടുണ്ടോ ഇല്ല, വിവേകം കൊണ്ട് നീങ്ങിയാൽ മതി. സത്യത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ആ വിവേകം കൊണ്ട് തന്നെ ഇത് നീങ്ങിയാൽ അവർ പറയുന്നു, അല്ല കയറല്ലേ പ്രകാശിച്ച് പാമ്പായിട്ട് കിടക്കുന്നത്. ഇപ്പം കയറാണ് യഥാർത്ഥത്തിൽ പ്രകാശിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ആത്മവസ്തു തന്നെയാണ് സർവത്ര പ്രകാശിച്ചിരിക്കുന്നത്. അതിൽ കേവലം ഭ്രമം കൊണ്ട് ഈ നാമരൂപങ്ങളെ തോന്നി വേറൊന്നായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഭ്രമമാണ് ഇതിൽ നിന്ന് നീങ്ങേണ്ടത്, ഭ്രമമാണ്. ഇത് കയറ പോലും പാമ്പ് പോലും ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഇതിൽ വ്യവഹാരമുണ്ട് ഇല്ലെങ്കിൽ. മറ്റേ കയറെന്ന് പറയുമ്പോൾ അതിൻ്റെ അധിഷ്ഠാനം, അതിൻ്റെ ഉപാദാനമായിരിക്കുന്ന കാരണം എന്ന് വേണമെങ്കിൽ പറയാം. പാമ്പെന്നുള്ള അതിൽ കൽപ്പിക്കപ്പെട്ട ഒരു സംഭവം. ഇപ്പോൾ യഥാർത്ഥത്തിൽ കൽപ്പിക്കപ്പെട്ട ആ ആരോപം കൊണ്ട് ആ കയറെന്നുള്ള അധിഷ്ഠാനം മറിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇവിടെ ഇവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഇതെല്ലാം ചെപ്പ് കൽപ്പനയിനാലേ ജനിത്തവൻ്റെ അറിഞ്ഞുകൊള്ളേ. ഇത് കേവലം സങ്കല്പം കൊണ്ട് ഉണ്ടായിരിക്കുന്നതാണിത്. വാസ്തവത്തിൽ ഇല്ലെന്നർത്ഥം. വാസ്തവത്തിൽ അങ്ങനെ ജഗത്തെന്നുള്ള ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അർത്ഥം. പക്ഷെ ജഗത്തെന്ന് നമുക്ക് തോന്നിയത് കൽപ്പനയാണ് കാരണം. കൽപ്പനയറ്റാൽ ഈ ജഗത്ത്
ഇല്ല. ജഗത്തില്ലെന്ന് പറഞ്ഞാൽ മുരളിയായിരിക്കും, ഇതൊക്കെ കാണുന്നതൊന്നും ഇല്ല. അങ്ങനെയല്ല, ഇത് എല്ലാം ബ്രഹ്മരൂപം തന്നെയാണ്. ഇതൊന്നും തന്നെ നമ്മളെ ചലിപ്പിക്കില്ല. നമുക്ക് തന്നെ അറിയാം, ഈ ശരീരത്തിൽ കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ഇതൊന്നും പരസ്പരം വിരോധികളാണോ? കണ്ടില്ലേ? അത് എല്ലാം വാസ്തവത്തിൽ ഒന്നാണ്. ഇവരെല്ലാം ഒന്നാണ്. ഇതുപോലെയാണ് ഇതെല്ലാം സർവത്ര പരിപൂർണമായി ബ്രഹ്മം തന്നെയാണ്. അതാണ് ഈ ഭഗവാന്റെ വിശ്വരൂപം കാണിക്കുമ്പോൾ സകലതുമായിട്ട് കാണിക്കുന്ന കണ്ടിട്ടില്ലേ? കൈയും കാലും, അതിലൊക്കെ എത്രയോ അണ്ടകടാഹങ്ങളൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് എല്ലാം ഒന്നാണ്. ഇത് ഒന്നാണെന്ന് ധരിക്കുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അദ്വൈത ദർശനം ജ്ഞാനം. ഈ ഒന്നെന്ന് കാണാതെ ഒന്നായ നിന്നെ രണ്ടെന്നു കണ്ടളവിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ ഇത് ഒന്നാണ്. ഇതിൽ ബഹുവായിട്ട് ധരിക്കുന്നത് ജീവബുദ്ധിയാണ്. അതിന് കാരണം ഞാൻ ദേഹമെന്നിരിക്കുന്ന ആ ബുദ്ധിക്ക് ഈ ലോകം നാനാവാണ്. എൻ്റെ ദേഹം എന്ന് വേറെ, നിങ്ങളുടെ ദേഹം വേറെ, നിങ്ങൾ വേറെ, പുള്ളി വേറെ, എല്ലാവരും വേറെ വേറെ. താൻ ആത്മാവെന്ന് ധരിച്ചാൽ, ഈ അറിവാണ്, ഇതിന് ആധാരമായിരിക്കുന്ന അറിവാണെന്ന് ധരിച്ചാൽ സർവത്ര അറിവുമയമായിട്ട് തന്നെ അനുഭവം വരും. അതുകൊണ്ടാണ് ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് ഭേദം പോയി എന്ന് പറയും. അവൾക്ക് അജയനെന്നോ വിക്രമനെന്നോ ഇല്ല. ഒരു പക്ഷേ കാണുന്നെങ്കിൽ ആ വാസനയോട് കൂടി ചേർന്ന ആ സൂക്ഷ്മ ശരീരത്തെ അവർ കാണും. കണ്ടിട്ട് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉപദേശിച്ചു. ശരീരത്തെ നോക്കുകയില്ല. ഇതില്ല, ശരീരത്തെ സ്ഥൂല ശരീരം നോക്കിയാണ് ഈ വേർതിരിവ് പറഞ്ഞത്. അല്ല, സൂക്ഷ്മ ശരീരത്തിൽ വേർതിരിവുണ്ട്. അതുകൊണ്ടാണ് ചാതുർവർണ്ണയൊക്കെ വന്നത്. ശരീരം മാത്രം നോക്കിയില്ല, അവരുടെ പ്രവൃത്തി എല്ലാം നോക്കി തന്നെയാണ് ആ ജാതി നിർണയം വന്നിട്ടുള്ളത്. ഇതെല്ലാം എന്തിനു വേണ്ടി അവർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് പല ജാതി എന്ന് പ്രഖ്യാപിക്കാനല്ല, മറിച്ച് ഇവർ സംസ്കരിക്കപ്പെട്ട് ഇതിലേക്ക് വന്നാലേ ഈ ആത്മജ്ഞാന സിദ്ധി ഇതിൽ വരും. അതിനു വേണ്ടിയിട്ട് പറഞ്ഞു. അത് നമ്മൾ മനസ്സിലാക്കുക. ഉള്ളി പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? ഉള്ളി മനസ്സ് ശാന്തമായി, നിശ്ചലമായി, ഏകാഗ്രമായി ബ്രഹ്മാകാര വൃത്തി, അഖണ്ഡാകാര വൃത്തി ഇതിൽ വരുന്നതിലേക്കാണ് നമ്മുടെ എല്ലാവരുടെയും അഭ്യാസം നിൽക്കുന്നത്. ഇതിന് തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് വിഷയാകാര വൃത്തിയാണ്. വിഷയാകാര വൃത്തി എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമുക്ക് ഉള്ള താല്പര്യങ്ങളാണ്. നമ്മുടെ താല്പര്യങ്ങളാണ് വിഷയാകാര വൃത്തിക്ക് നിദാനം. അതറിയണം, അത് കിട്ടണം, അത് കൊള്ളാം എന്നൊക്കെ വരുന്ന ബുദ്ധിയാണ് ഈ വിഷയാകാര വൃത്തിയെ ജനിപ്പിക്കുന്നത്. അവർ പറയുന്നു, അതിനാണ് അവർ പറഞ്ഞത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയാൻ കാരണം, മിഥ്യയായിരിക്കുന്ന ഇതിനെ ആഗ്രഹിച്ച് നീ പ്രവർത്തിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുക. കഥയില്ലാത്ത കാര്യത്തിൽ ഈ മലണി മകൻ്റെ കഥ നീ എന്തിനു പറയണം? വാസ്തവത്തിൽ ഇല്ല, അങ്ങനെ മലണിക്കൊരു മകനില്ല. ഇതുപോലെ അർത്ഥശൂന്യമായിരിക്കുന്ന കാര്യങ്ങളിൽ നീ എന്തിന് ഈ രൂപത്തിൽ വ്യവഹരിച്ച് നിന്റെ മനസ്സിനെ ആക്കി നിന്റെ യഥാർത്ഥ സ്വരൂപത്തെ നീ മറന്നിരിക്കണം. ഇതാണ് അവർ പറയുന്നത്. തൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ഈ വിഷയാകാരം നിർത്തി അഖണ്ഡാകാര വൃത്തി വരണം. അതാണ് കൂടസ്ഥമായിരിക്കുന്ന തൻ്റെ യഥാർത്ഥ രൂപത്തെ അറിയാൻ സാധിക്കും. ഈ കൽപ്പനകൾ എന്നത് അവ്യക്തം, ഈശ്വരജ്ഞാനം മുതലായവകളെ ഇനി വരുന്ന പദ്യങ്ങളിൽ ഇവയെ വെളിപ്പെടുത്തും. ഇവകളെ കൽപ്പന എന്ന് നാമരൂപങ്ങൾ ഇരണ്ടുമിഞ്ചി ഒപ്പമായി ഇരണ്ടറ്റൊൻറായി ഉണർവൊളി നിറവായി നിൽക്കും. ഇത്രത്തോളം പറഞ്ഞത് ജഗത്തിൻ്റെ അഭാവാദി കാരണം ബ്രഹ്മമെന്ന് വിളങ്ങുന്നതിന് വേണ്ടിയാണ്. അപ്പം ജഗത്തിൻ്റെ അഭാവാദി കാരണം എന്ന് പറയുന്നത് എന്താണ് വിഗ്രഹം? ഈ ജഗത്തിൻ്റെ അഭാവമായിരിക്കുന്നത് വാസ്തവത്തിൽ ബ്രഹ്മമാണ്. ഇപ്പം ജഗത്ത് എന്ന് പറയുമ്പോൾ ജഗത്ത് എവിടെ തോന്നിയിരിക്കുന്നോ, ആർക്ക് തോന്നിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കാറുള്ളത്. അത് അവരൊക്കെ പറയും ആർക്ക് തോന്നി, എനിക്ക്. അങ്ങനെയാണെങ്കിൽ അഭാവാദി കാരണം എന്ന് പറയുന്നത് എന്തിനാണ്? ഈ ഞാനാരാണെന്ന് നോക്കിയാൽ വരും അഭാവം. ഈ ജഗത്തിൻ്റെ അഭാവം വന്നിട്ട് അതിൻ്റെ അഭാവാദി കാരണമായിരിക്കും ബ്രഹ്മം പ്രകാശിക്കും. ജഗത്തിൻ്റെ നിരാകരണമാണ് ഇവിടെ. അതാണ് നിഷ്പ്രപഞ്ചമായ ഇരുപ്പ്. നിഷ്പ്രപഞ്ചമായ ഇരുപ്പ് മൊത്തത്തിൽ പറയുന്നത് അതാണ്. പ്രപഞ്ചമറ്റിരിക്കുന്നവരൊന്നല്ല. പ്രപഞ്ചം എന്ന് വെച്ചാൽ ഉള്ളി ആരൊക്കെയെന്ന് അറിയാം. ഉള്ളിക്ക് വിഷയമായ എല്ലാം പ്രപഞ്ചം തന്നെ. വിഷയം എന്ന് പറഞ്ഞാൽ അതുമായിട്ട് സംബന്ധിച്ച് നിൽക്കുന്ന എല്ലാം. ഇതിനെയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞിരിക്കുന്നത്.
ഇത് നിഷ്പ്രപഞ്ചമായ ഒരു ഇരുപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഭഗവാൻ ഉണ്ടാക്കി തരുന്നുണ്ട്. നിഷ്പ്രപഞ്ചമായ ഇരിപ്പ്, സുഷുപ്തിയിൽ ആർക്കും ഈ പ്രപഞ്ചം ഇല്ല, ഉണ്ടാക്കി തരുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് പ്രയോജനം വരാത്തത് കാരണം അത് വന്നിട്ട് ബോധപൂർവം അല്ല. ഇത് ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നതിനാണ് സമാധി എന്ന് പറയുന്നത്. ഇത് പറയുന്നത് സുഷുപ്തിയിലും ഒന്നുമില്ല, സമാധിയിലും ഒന്നുമില്ല, താൻ മാത്രം എന്നുള്ള അനുഭവം അവിടെ ഇരിക്കുന്നത് കാണാം. അത് ആ സമയത്തല്ല, അത് ഉണർന്നു വരുന്നതിന് ശേഷം പ്രതിഭിജ്ഞയാളാണ് അത് അറിയപ്പെടുന്നത് തന്നെ. അല്ലെങ്കിൽ അവിടെ ഒന്നും തന്നെ ഇല്ല. അവിടെ നിഷ്പ്രപഞ്ചമായ മാത്രമായി ഇരിക്കുന്നതാണ്. തിരിച്ച് അതിൽ നിന്ന് ഉണർന്നു വരുന്ന വെച്ചാൽ കർമ്മം ഉള്ളത് കൊണ്ട് ഉണർന്നു വരും. കർമ്മമില്ലെങ്കിൽ അവിടെ വെച്ച് ശരീരവും പോകും. അങ്ങനെ പോകുന്നവരുണ്ട്. അതായത് ഈ അനുഭവത്തോടുകൂടി ശരീരം വിട്ടുപോകുന്നവരുണ്ട്. അവർക്ക് ഈ പറയുന്ന കണക്ക് വേറെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ കർമ്മമുണ്ടെങ്കിൽ അവർ തിരിച്ച് വീണ്ടും പഴയ കണക്ക് ഉണർന്നു വരും. അപ്പോൾ കാണും ആശ്രമം അല്ലെങ്കിൽ വീട്, മക്കൾ, ഭാര്യ ഒക്കെ കാണും. പക്ഷേ പഴയ കണക്കല്ല, മുമ്പിരുന്ന പോലെയുള്ള തുടർച്ചയില്ലല്ല. ഇതാ മാർഗം. അതാണ് ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ. അവരെ സംബന്ധിച്ച് ഇത് നൂലറ്റുപോയി, പട്ടത്തിൻ്റെ നൂലറ്റുപോയതുപോലെ. പിന്നെ അത് സ്വാഭാവികമായ കാറ്റിന് ഗതിക്ക് അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ആ പ്രാരബ്ധവും പിന്നെ ബന്ധിക്കുന്നില്ല, ഈ രൂപത്തിലായിപ്പോകും. ജഗത്തിൻ്റെ അഭാവാധികരണ ബ്രഹ്മമെന്ന് വിളങ്ങുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ. ഈ ടെക്നിക്കൽ ടേംസുകളാണ്, അത് ഇത്തിരി ഒന്ന് പറഞ്ഞു തന്നാൽ മതി. അഭാവാധികരണം എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പൂർണ്ണമായ അഭാവം. ഈ ജഗത്ത് അഭാവമാകുന്ന ഇടം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. വാസ്തവത്തിൽ ഇതല്ലേ എവിടെയാണ് ഇരിപ്പിടം? ഇതിൻ്റെയൊക്കെ ഇരിപ്പിടം ഏതാണ്? ഈ ആത്മവസ്തു തന്നെയാണ് ഇരിപ്പിടം. എന്നിലല്ലേ, ഞാനല്ലേ. നമുക്കത് എത്ര പറഞ്ഞാലും നമ്മൾ ആദ്യം ആ ജീവബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ ഞാൻ എന്നില്ല ഇതൊക്കെ തോന്നും. പക്ഷെ ഈ അറിവ്, ഈ ബോധം, ഇതിലാണ് ഇതെല്ലാം തൊടുത്ത് കിടക്കുന്നത്. ഈ സകല ബ്രഹ്മാണ്ടങ്ങളും ആകാശത്തിൽ ഇരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഈ ആകാശമടക്കം ഇതിൽ തൊടുത്ത് കിടക്കുകയാണ്. എങ്ങനെ? കഥയില്ലാത്ത കാര്യങ്ങൾ. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ആകാശം നിൽക്കുന്ന പോലെ തന്നെ ഇത് എല്ലാമായിട്ട് ഒരു ബന്ധവുമില്ലാതെ എൻ്റെ ഈ അറിവും അതിൽ നിൽക്കും. അറിവിനും അറിവായി ഇതെല്ലാം അറിവായിട്ടാണ് പറയുന്നത് അവർ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞു ഈ അറിവിനും അറിവായെന്ന് പറയും. അറിവിനും അറിവായി അമേയമായിട്ട് ഉണരുവതിനൊരു നല്ല പദ്യമുണ്ട് നമ്മുടെ ഗുരുദേവൻ്റെ. അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കണം, നല്ലതാണ്. ഇതെല്ലാത്തിൻ്റെയും ഉണർവെന്ന് പറയുന്നത് ഇതിൽ നിന്നാണ്. വാസ്തവത്തിൽ അത് അത് പുതിയതായി ഉണരുന്നതല്ല, അതാണ് ഉള്ളത്. അങ്ങനെ ആ ഉള്ളതായ അഴിവില്ലാത്ത ആ ആത്മവസ്തുവിൽ ഇതെല്ലാം വെറുതെ തോന്നി മറയുന്ന പോലെയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ മിന്നൽ പിണറുകൾ പോലെ തോന്നി മറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നിനും സ്ഥിരതയില്ല, സ്ഥിരമായൊരു നിലനിൽപ്പില്ല. ഇതിനെയാണ് അവർ നമുക്ക് വിവേകത്തിൽ കാണിച്ചു തരുന്നത്. എന്നിട്ട് പറഞ്ഞു ഇതെല്ലാം എവിടെ തോന്നി, ആർക്ക് തോന്നി എന്ന് പരിശോധിക്കാൻ പറഞ്ഞു. അങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ അത് ഈ നിർവികൽപ്പ സമാധിയിലാണ് കൊണ്ടുപോകണം. ആർക്ക് തോന്നിയെന്നുള്ളതിന് ഉത്തരവൊന്നുമില്ല, ഉത്തരമില്ല. ഇത് അനുഭവമാണ്. എല്ലാ ഉത്തരങ്ങളും ആധ്യാത്മികത്തെ സംബന്ധിച്ച അനുഭവങ്ങളാണ്. ഒരു മറുപടി ആഗ്രഹിക്കുന്നില്ല. കുശലപ്രശ്നം ചെയ്യുമ്പോൾ കൂടത്തിൽ നിന്നും ബ്രഹ്മം എന്നൊക്കെ തകർത്ത് പറയുന്നവരും എന്തിനാണ് കൂടത്തെ? അതൊക്കെ ഒരു ടെക്നിക്കൽ ടൈം നമ്മൾ വേദം തന്നെ അതിൽ നിഷ്കർഷിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞതല്ലാതെ അതിനൊന്നുമല്ല പ്രാധാന്യം. ഇതിനെ തുടർന്ന് വരുന്ന അനുഭവത്തിനാണ്. ഇതിനെ കാണാനുള്ള ശേഷി ആർക്ക് വരും? മനസ്സ് ശുദ്ധിയായി വരുന്നവർക്ക് വരും. അതാണ് പറഞ്ഞ അനന്ത ജന്മങ്ങളിൽ ചെയ്ത നിഷ്കാമകർമ്മ സുഹൃതം കൊണ്ട് ഒരാൾക്ക് ചിത്തശുദ്ധി ഉണ്ടാകുമെന്ന്. അപ്പോൾ ഒരു ജന്മത്തിൽ ചെയ്തത് കൊണ്ട് മാത്രമല്ല, ഇതിങ്ങനെ ശുദ്ധശുദ്ധി വന്ന് ഈ പറയുന്ന സാധനചതുഷ്ടയ സമ്പത്തി കൂടും. അവർക്കാണ് ഈ സാധനചതുഷ്ടയ സമ്പത്തി ഉണ്ടാവുക. ഈ സാധനചതുഷ്ടയ സമ്പത്തി ഉള്ളവരാണ് സദ്ഗുരുവിനെ കാണേണ്ടത്. അവർക്ക് സദ്ഗുരു ലാഭം ഉണ്ടാവും.
സദ്ഗുരുവിൽ നിന്ന് ശ്രവണം ഉണ്ടാകും, മനനം നിധിധ്യാസനം. ഇതാണ് ശ്രവണ മനന നിധിധ്യാസനം. ഇതാണ് അപരോക്ഷമായ ജ്ഞാനത്തിനെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ക്രമത്തിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് ക്രമത്തിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ജന്മാന്തരങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞാലും ഒരാൾക്ക് ഈ നിമിഷം തന്നെ വേണമെങ്കിലും ഈ പറഞ്ഞ രൂപത്തിൽ വരാം. അതിനുള്ള വിവേകം ഉണ്ടായാൽ മാത്രം മതി. അല്ലാതെ ജന്മാന്തരങ്ങൾ എന്നൊക്കെ ചുറ്റി പറയുമ്പോൾ നമ്മളത് നടക്കാത്ത കാര്യമൊന്നും വിചാരിക്കേണ്ട. ഒരു നിമിഷം പോലും വേണ്ട ഈ അനുഭവത്തെ സാക്ഷാത്കരിക്കുന്നതിന്. ഇതിൻ്റെ വിവേകം പൂർണ്ണമായ മാത്രം മതി എന്നാണ് വേദം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ പദ്യം അല്പം ഇവിടെ ഉണ്ട്. സാഖ്യമതത്തിൽ പ്രകൃതിക്ക് 3 ഗുണവും സമമാകുമ്പോൾ പ്രധാനമെന്നും അവ്യാകൃതമെന്നും അതാണ് ജഗത് കാരണം എന്നും പറഞ്ഞിരിക്കുന്നതിനാൽ അതിൽ അതിവ്യാപ്തി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നാമരൂപങ്ങൾ ഇരണ്ടുമിന്റൊപ്പമായി എന്ന് പറയാതെ ഇരണ്ടറ്റൊണ്ട എന്നും ആകാശം രണ്ടറ്റ് ഒന്നായിരിക്കുന്നതിനാലും ന്യായമതത്തിൽ അതിനെ നിത്യമെന്ന് പറഞ്ഞിരിക്കുന്നതിനാലും അതിൽ അതിവ്യാപ്തി നീങ്ങുന്നതിന് വേണ്ടി ഉണർവൊളി നിറവായി നിന്നു എന്നും പറഞ്ഞതാകുന്നു. ജ്ഞാനം അന്ധകരണത്തിലും സ്ഫുരണം ഘടാദികളിലും ചേരുന്നു. ഇത് ഇനിയും പറയും. ബ്രഹ്മം പാരമാർത്ഥിക ആയതുകൊണ്ടും ആകാശാദികൾ വ്യാവകാരിക സത്ത ഉള്ളതായതുകൊണ്ടും അധിഷ്ഠാനത്തിനും വിഷയസത്ത ഉള്ളതിൻ്റെ അവഭാസം അധ്യാസമെന്നും ലക്ഷണവും ചേരുന്ന പ്രകാരം എന്നറിയുക. ഒന്നുകൂടെ പറയാതെ ഈ നാമരൂപങ്ങൾ ഇരണ്ടുമിന്റൊപ്പമായെന്ന് പറഞ്ഞു. അത് അങ്ങനെ പറയാതെ ഇരണ്ടറ്റൊണ്ട എന്ന് പറഞ്ഞു. 2 മിന്റൊപ്പമായെന്ന് പറയാതെ ഇരണ്ടറ്റൊണ്ട എന്ന് പറഞ്ഞു. അതിന് പറയുന്ന നിരൂപണം ഇതാണ്. ആകാശം രണ്ടറ്റൊന്നായിരിക്കുന്നതിനാലും ന്യായമതത്തിൽ അതിനെ നിത്യം എന്ന് പറഞ്ഞിരിക്കുന്നതിനാലും അതിൽ അതിവ്യാപ്തി നീങ്ങുന്നതിന് വേണ്ടി ഉണർവൊളി നിറവായി എന്നും പറഞ്ഞതാകുന്നു. ജ്ഞാനം അന്ധകരണത്തിലും സ്ഫുരണം വേഴാദികളിലും ചേരുന്നു. ഇത് ഇനിയും പറയും. ബ്രഹ്മം പാരമാർത്ഥിക സത്തയുള്ളതായതുകൊണ്ടും ആകാശാദികൾ വ്യാവകാരിക ഉള്ളതായതുകൊണ്ടും അധിഷ്ഠാനത്തിനും വിഷമസത്ത ഉള്ളതിനാൽ അവഭാസം അധ്യാസമെന്നും ലക്ഷണവും ചേരുന്ന പ്രകാരം എന്നറിയുക. അപ്പോൾ ഇതിനെപ്പറ്റി സ്വാമി തന്നെ കൊടുക്കുന്ന ഒരു മറുപടിയാണ് അടുത്ത പദ്യം. അത് താൻ എപ്പടി എൻ്റാക്ക അനാദിയാം ജീവരെല്ലാം പൊതുവാന ചുഴുത്തി പോലെ പൊരുന്തും അവ്യക്തം തന്നിൽ ഇത് കാലതത്വപ്പേർ ഈശനുൾ പാർവയാലെ മുതുമൂല സ്വഭാവം വിട്ട് മുക്കുണം വിയത്തമാമേ. അത് താനെപ്പടി എൻ്റാക്കാൽ അനാദിയാം ജീവരെല്ലാം പൊതുവാന ചുഴുത്തി പോലെ പൊരുന്തും അവ്യക്തം തന്നിൽ ഇത് കാലതത്വപ്പേർ ഈശനുൾ പാർവയാലെ മുതുമൂല സ്വഭാവം വിട്ട് മുക്കുണം വിയത്തമാമേ. ഇത് വ്യാഖ്യാനം. അതുതാൻ, അതായത് അധ്യാസ്വരൂപമായ ആ സൃഷ്ടിക്രമം എപ്പടി എന്താൽ എങ്ങനെ ഉള്ളതെന്ന് നീ കേൾക്കുകയാണെങ്കിൽ പറയാണ്, അനാദിയാം ജീവരെല്ലാം, അനാദിയായുള്ള ജീവകോടികളെല്ലാം പൊതുവാന ചുഴുത്തി പോലെ സകലർക്കും സാധാരണമായ അനുഭവമായ സുഷുപ്തിയെപ്പോലെ അവ്യക്തം തന്നെ സൃഷ്ടിക്ക് മുമ്പേ അനാദിയായി സദസത്ത് വിലക്ഷണ ഭാവപദാർത്ഥമായുള്ള മായയിൽ പൊരുന്തും കർമ്മവാസനകളോടുകൂടി വിലീനമായിരിക്കുന്ന ഇത് ഈ മായ കാലതത്വം എന്ന നാമമുള്ള ഈശ്വരൻ്റെ ഉൾപ്പാർവയിനാലെ ജീവന്മാരുടെ കർമ്മപരിഭാഗ വശത്താൽ ഉദയമാകുന്ന ഈശ്വരൻ്റെ സൃഷ്ടി പര്യാലോചന രൂപമായ സൃഷ്ടിയാൽ മുതുമൂല സ്വഭാവം വിട്ട് മുമ്പിരുന്ന സാമ്യാവസ്ഥ രൂപമായ കാരണത്വത്തെ ഒഴിച്ച് മുക്കുണം വിയത്തമാം കുലാലാദികളുടെ സഹായത്താൽ മണ്ണിൽ കടശക്തി പോലെ 3 ഗുണങ്ങളായി പ്രകാശിക്കുന്നു. ജീവത്വ ഈശ്വരത്വങ്ങൾ അജ്ഞാനാധീനമായതിനാൽ ആ അജ്ഞാനത്തിന് അനാദി ഭാവരൂപം തന്നതിനാൽ മായയ്ക്കും അനാദിത്വം തന്നതായിരിക്കുന്നു.
അവ്യക്തം, അജ്ഞാനം, അവിദ്യ, പ്രകൃതി, മായ, ശക്തി എന്നതെല്ലാം ഒരേ അർത്ഥം തന്നെ. നാമരൂപങ്ങളായി വെളിപ്പെടാത്തതിനാൽ അവ്യക്തം, വിദ്യയാൽ നാശമാകുന്നതിനാൽ അവിദ്യ, പ്രപഞ്ചത്തിന് ഉപാദാന കാരണമായതിനാൽ പ്രകൃതി, ദുർഘടത്തെയും സമ്പാദിക്കുന്നതിനാൽ മായ, സ്വാതന്ത്ര്യമില്ലാത്തതിനാൽ ശക്തി എന്ന് പറയും. ചുഴുത്തി പോലെ പൊരുന്തുമെന്നതിനാൽ കർമ്മവാസനകളോടുകൂടി എന്നർത്ഥമാകുന്നു. സർവപ്രപഞ്ചത്തെയും നാശം ചെയ്യുന്നതിനാൽ ഈശ്വരന് കാലതത്വം എന്നും പേര്. ഇത് എങ്ങനെയാണ് ഈ സൃഷ്ടി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് പറയണോ, ഈ ജീവന്മാരെല്ലാം സുഷുപ്തിയിലിരിക്കുകയായിരുന്നു. അവിടെ ഈശ്വരൻ്റെ പാർവ, അതായത് ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ കർമ്മവാസനകളോടുകൂടി വിലീനമായിരിക്കുന്ന ആ ഒരു മായയെ, ഇതാണ് മായ, ഇതിന് കാലതത്വം എന്ന നാമമുള്ള ഈശ്വരൻ ജീവന്മാരുടെ കർമ്മഭാഗ വശത്താൽ ഉദയമാകുന്ന ഈശ്വരൻ്റെ സൃഷ്ടി പര്യാലോചന രൂപമായ സൃഷ്ടിയാൽ മുതുമൂല സ്വഭാവം വിട്ടു മുമ്പിരുന്ന സാമ്യാവസ്ഥ രൂപമായ കാരണത്വത്തെ ഒഴിച്ച് മുക്കുണം വ്യക്തമാവും. കാലാദികളുടെ സഹായത്താൽ മണ്ണിൽ ഘടശക്തി പോലെ 3 ഗുണങ്ങളായി പ്രകാശിക്കുന്നു. ഇങ്ങനെ ഇത് വിചാര പദ്ധതിയിലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഇത് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ സൃഷ്ടിക്രമം പറഞ്ഞു തുടങ്ങിയാണ്. ചിന്മാൻ സ്വാമി പറയുന്നത് തന്നെ പറയാം. സ്വാമി പറയുന്നതാണ്, അതായത് ആദ്യം ബ്രഹ്മം മാത്രം ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രഹ്മത്തിൽ അടങ്ങിയിരുന്ന ഒരു ശക്തി, അത് അടങ്ങിയിരുന്നപ്പോൾ അത് ബ്രഹ്മമായിട്ട് തന്നെ ഇരുന്നു. പക്ഷെ അത് വിജൃംഭിച്ച് വെളിയിൽ വന്നു പരാശക്തിയായിട്ട് പ്രകാശിച്ചു. ഇതാണ് പരബ്രഹ്മം. ഇതിനെയാണ് പരബ്രഹ്മം എന്ന് പറയുന്നത്. ഈ പരബ്രഹ്മം വരെയാണ് ഒരാൾക്ക് പോകാൻ പറ്റുന്നത്. അതിന് മേളിൽ ഉള്ള കാര്യത്തെ ആർക്കും പറയാനൊക്കില്ല. ചിന്നസ്വാമി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മയെ കാണാൻ പറ്റും, പക്ഷെ അമ്മയ്ക്ക് മാത്രമേ അച്ഛനെ കാണിച്ചു തരാനൊക്കുള്ളൂ. ഒരമ്മയ്ക്ക് മാത്രമേ അച്ഛനെ കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ എവിടെയാണ് പോണത്? ഞാനെന്ന് പറയുന്നത് ഈ വിദ്യാരൂപിണി ഈ അമ്മേൻ്റെ അടുത്താണ് പോണത്. അതാണ് പരാശക്തി അമ്മ. അതിന് പ്രാധാന്യം അതുകൊണ്ടാണ്. ആ അമ്മ അച്ഛനെ കാണിച്ചു തരും. അച്ഛനെ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അമ്മ വേണമെന്നാണ് സ്വാമി ഈ ഒരു ലൗകിക ഭാഷയിൽ തന്നെ പറയുന്നത്. ഇപ്പം നമ്മളെല്ലാം യാത്ര ചെയ്യുന്നത് എന്തിനാണ്? ഇതാണ് നമ്മുടെ സ്ഥലം. ഈ പരബ്രഹ്മം, ആ പരബ്രഹ്മ രൂപമായിട്ട് അവർ പറഞ്ഞത് പിന്നെ പരാശക്തി, ആ പരാശക്തി രൂപം അതുവരെയാണ്. ദ്വാദശാന്തശിഷ്ടമായ സദാശിവം എന്നൊക്കെ പറഞ്ഞ ഈ തലത്തെയാണ്. ഇതുവരെയാണ്. ഇവിടുത്തെ ശ്വാസത്തിൻ്റെ അളവ് പറഞ്ഞ 2 അങ്കുലമാണ്. 2 അങ്കുലം ശ്വാസമാണ് അവിടുത്തെ അളവ്. അപ്പോൾ എങ്ങനെയാണ് ആ സ്ഥലത്ത് എത്തിയോ ഇല്ലെന്ന് അറിയണമെന്ന് ചോദിച്ചാൽ, അവർ ശ്വാസം പരിശോധിച്ചാൽ ഇതാ ഇത്രേ പോവുള്ളൂ. മനസ്സിലായില്ലേ? നമ്മുടെ ശ്വാസമൊക്കെ എങ്ങനെ ഇരിക്കണമെന്ന് പരിശോധിച്ച് നോക്കണം. വലിയ വികാരപ്പെട്ട വേറൊരു ശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ എത്രയോ 12 അങ്കുലോ 18 അങ്കുലോ 20 അങ്കുലോ അങ്ങനെ പോകുന്നത്. ഇതങ്ങനെയല്ല. ഇവരുടെ ശ്വാസം തന്നെ 2 അങ്കുലത്തെ നിൽക്കുക. അത് വളരെ ശ്വാസം ഇല്ലാത്തൊരനുഭവം തന്നെയാണ് ഈ പറയുന്ന ഈ സമാധി അവസ്ഥയിൽ വരുന്നത്. മുല്ല അതുകൊണ്ടാണ് ശരീരമൊക്കെ കുറച്ചൊക്കെ അരിനില്ലേ പറഞ്ഞത്, ശരീരശുദ്ധി മനഃശുദ്ധി എന്നൊക്കെ പറഞ്ഞത്. ഇതിനെ താങ്ങാനുള്ള കപ്പാസിറ്റി വേണ്ട ഒരാൾക്ക്. നല്ല ഗംഭീരനായിരിക്കണം. അങ്ങനെയുള്ള ചുമ്മാ ഒന്നും പറ്റില്ല, എളുപ്പമല്ലെന്ന്. അപ്പം അതിൻ്റേതായ ഒരു ഇത് നമ്മൾ സൂക്ഷിക്കണം. അവർ പറഞ്ഞു ബ്രഹ്മചാരിത്വം ഇമ്പോർട്ടൻ്റ്. കാരണം എന്താണ്? ശരീരം അങ്ങനെ നിൽക്കണം, ആ രൂപത്തിൽ നിൽക്കണം. അതുപോലെ തന്നെ മനസ്സ് വ്യഭിചരിച്ചുകൂടാ. ഈ വ്യഭിചാരങ്ങളെല്ലാം അവസാനിക്കണം. ഇതുമായിട്ടുള്ള സംബന്ധത്തെയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. വിഷയത്തോടുള്ള സംബന്ധം പൂർണ്ണമായി നിരാകരിച്ചിരിക്കുന്ന ഒരു നിലയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുന്ന രൂപത്തിൽ ഈ അനുഭവം ഇതിൽ ഇങ്ങനെ കാണാം. ഇനിയിപ്പോൾ
അങ്ങനെ പറഞ്ഞപ്പോൾ കേവല സന്യാസിമാർക്ക് മാത്രമേ പറ്റുമെന്ന് എടുക്കണ്ട. കാരണം അതിൽ വിദ്വൽ സന്യാസികൾക്കും പറ്റും. രണ്ട് സന്യാസമാണ്, വിദ്വൽ സന്യാസം, വിപുദീശ സന്യാസം. ഒന്ന് എല്ലാം ഉപേക്ഷിച്ച് ഇരിക്കുന്നതല്ല, ഒന്ന് വിട്ടിട്ടില്ല പക്ഷേ വിട്ടതുപോലെ തന്നെയാണ്. അങ്ങനെയുള്ളവരുണ്ട്. രാജ്ഞവൽക്കർ, ജനമഹാരാജാവ്, ഉദ്ധാരക മഹർഷി, ഇവരൊക്കെ ഈ പറഞ്ഞ എല്ലാവരും പരിവാര സമേതമാണ് നിന്നത്. എല്ലാം ഉണ്ട് അവർക്ക്, ഒന്നും വിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടർത്ഥം എടുക്കണ്ട. അത് ഈ പറയുന്ന തരത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്, ബ്രഹ്മചര്യം എന്ന് പറയുന്നത് രണ്ടർത്ഥമാണ്. ഒന്ന് വന്നിട്ട് ഒരിക്കലും എന്ത് ചെയ്താലും ഏത് ചെയ്താലും താൻ ബ്രഹ്മമാണെന്നുള്ള ആ ഒരു സ്മരണ അല്ലെങ്കിൽ ആ ഒരു അറിവ് വിടുന്നില്ല. എന്ത് ചെയ്താലും അതാണ് ബ്രഹ്മചര്യം. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാം ഈശ്വര ഭാവത്തിൽ എല്ലാം ഇതിലേക്ക് മാറ്റിക്കളയും. കാരണം ഒരു കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല മുരളി. പ്രാരബ്ധമാണ് കർമ്മത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം, അല്ലേ സുരേഷേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കർമ്മം ചെയ്യരുതെന്നാണോ വേദം പറഞ്ഞതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഈ കർമ്മം ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്താൽ മതി. ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യാന്ന് എന്താണ് അർത്ഥം? ഞാൻ ചെയ്യുന്നത് അഭിമാനിക്കരുത്. ഇതിൻ്റെ അഭിമാനം എടുത്തു കളയുമ്പോൾ തന്നെ ആ കർമ്മത്തിൻ്റെ ബലം ക്ഷയിക്കും. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്ന കർമ്മം ഞാൻ ചെയ്യുന്നതൊരു ഭാവം ഉണ്ടെങ്കിലാണ് അത് പിന്നെ വീണ്ടും വീണ്ടും അനവധി കർമ്മങ്ങൾക്ക് ഈടാവുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നെന്നുള്ള ഭാവം ഇല്ലാതെ ആ കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ കർമ്മത്തിൻ്റെ ബലം ക്ഷയിച്ചു. ക്രമത്തിൽ അവർക്ക് അതിനെ സംബന്ധിച്ചുള്ള മറ്റ് എഫക്റ്റുകളില്ല. മറ്റേ അങ്ങനെയല്ലല്ലോ. പുള്ളി മനസ്സിലായാലേ പറയൂ, ചോദിക്കുന്നില്ല. ഇങ്ങനെയാണ് ഈശ്വരാർപ്പണ ബുദ്ധിയിൽ ഇതിനെ വ്യവഹരിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് അവരവരുടെ വർണ്ണാശ്രമ ധർമ്മങ്ങളെ ഈശ്വരാർപ്പണ ബുദ്ധിയിൽ ആചരിച്ച് എല്ലാവർക്കും ജ്ഞാനത്തിലേക്ക് വരാം. അതാണ് രണ്ടാമത്തെ അവരുടെ അറിവ്. മറ്റേ ചില പേര് വിചാരിക്കും അങ്ങനെയാണ് ഈ വർണ്ണന വന്നിരിക്കുന്നത്, അതായത് വിവേചനം വന്നത്. അത് സന്യാസിമാർക്കേ പറ്റുമെന്ന് പറയും. സന്യാസിമാരെന്ന് പറഞ്ഞാൽ അവർ വീടും കൂടും എല്ലാം ഉപേക്ഷിച്ച് ഭാര്യയും മക്കളൊന്നുമില്ല അങ്ങനെ നിൽക്കുന്നവർക്കേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം ആളുകൾ ആ രൂപത്തിൽ വേറെ നിൽക്കുന്നു അല്ലേ? നമുക്കത് വേദം പഠിപ്പിച്ചു തന്നില്ലേ? ഭരതമുനി എത്ര പേര് വലിയ വലിയ പോട്ടെ. നമ്മൾക്ക് ഈ ശാസ്ത്രങ്ങളെല്ലാം രചിച്ച വ്യാസമഹർഷി, അദ്ദേഹത്തിൻ്റെ പുത്രനല്ലേ ശുഖബ്രഹ്മർഷി. മനസ്സിലായില്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ട് സത്സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടും ലോകോപകാരപ്രദമായും എന്ത് ചെയ്യുന്നത് കുറ്റമല്ല. പക്ഷെ തൻ്റെ സ്വാർത്ഥമായി ഞാനെന്നുള്ള അഭിമാനത്തെ വെടിഞ്ഞ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനെ അല്ല ഭഗവാൻ നോക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഫലം കൊടുക്കുന്ന ഏതിനാണ് പറഞ്ഞത്? ഭാവത്തിനാണ്. ഭാവഗ്രാഹി ജനാർദ്ദന. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനല്ല ഫലം, നമ്മൾ കർമ്മം ചെയ്യുന്നതിലുള്ള ഭാവത്തിനാണ് ഫലം. അതുകൊണ്ടാണ് കർമ്മം ചെയ്ത് ആർക്കും ഫലം കിട്ടാത്തത്. കാരണം കർമ്മം ചെയ്യുമ്പോൾ ഒരു ഉദാഹരണം സ്വാമി പറയുന്നത് ഇതാണ്. രണ്ട് കൂട്ടുകാർ, നല്ല ഫ്രണ്ട്സ്, അവർ വിചാരിച്ചു നമുക്ക് കാശി വരെ പോകാമെന്ന് വിചാരിച്ച് രണ്ടുപേരും കൂടെ യാത്ര തുടങ്ങി. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കൊരു സത്രം, എല്ലാവർക്കും അറിയാമല്ലോ സത്രം ഉണ്ടായിരുന്നു. അവിടെ വന്ന് തങ്ങിയപ്പോൾ അവിടെ ഒരു പെണ്ണാണ് പിന്നെ ഇവർക്ക് വെള്ളമൊക്കെ എടുത്ത് കൊടുത്തത്. അതിൽ ഒരാൾക്ക് ഈ പെണ്ണിനോട് ഒരു സ്നേഹമുണ്ടായി. അപ്പോൾ ഉടനെ തന്നെ മറ്റേ ആളിനോട് പറഞ്ഞു, അപ്പോൾ നമുക്ക് പോണ്ടേ, രാവിലെ ആയി പോണ്ടേ എന്ന് പറഞ്ഞു. ഞാൻ വരുന്നില്ല, ഇനി പൊയ്ക്കോ എന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ അവിടെ തങ്ങി, മറ്റേ ആൾ പോയി. നേരെ അങ്ങ് പോയി അവിടെ കാശി ദർശനമൊക്കെ ചെയ്തു. മറ്റേ വിദ്വാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നു. രണ്ടുപേരും ചത്തുപോയി. അങ്ങ് ചെന്നപ്പോൾ ഇവിടെ ഇരുന്ന ഒരു സ്വർഗവും മറ്റേ നരകവും. എന്തൊരു കഥയെന്നുള്ളതായി ചോദിച്ചു. ഇതൊരായിരുന്നു കഥ. കാശി പോയവനെ സംബന്ധിച്ച് അവൻ്റെ മനസ്സ് മുഴുവനും കാശി നിൽക്കുന്നു. എങ്കിലും ഇവിടെ അവൻ അങ്ങനെ ചെയ്തു, അവൻ അങ്ങനെയാണ്, അപ്പോൾ അങ്ങനെയായിരിക്കും, വട്ടത്തിലായി പോയി വന്നതെന്നൊക്കെ ഉള്ള വിചാരമാണ്. ഇവിടെ നിൽക്കുന്നവൻ്റെ വിചാരം, അയ്യോ കഷ്ടമായിപ്പോയി, കാശി പോകാനുള്ളതായിരുന്നു. അവന് മുഴുവൻ കാശിയായിരുന്നു ഭാവം. അവൻ്റെ മുഴുവനും ആ വിശ്വനാഥ ദർശനമായിരുന്നു അവൻ്റെ ഭാവം. കർമ്മം അങ്ങനെയല്ല, കർമ്മം തിരിഞ്ഞാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് കർമ്മത്തിലല്ല ഫലം, കർമ്മത്തിൽ വച്ചിരിക്കുന്ന ഭാവത്തിനാണ് ഫലം.
ഈശ്വരൻ ഭാവത്തിനെ അറിയുന്ന ആളാണ്. ഭാവഗ്രാഹി ജനാർദ്ദനൻ. ഒരാളിനോട് കുറ്റം പറഞ്ഞ് ചീത്ത വിളിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തു. എന്തൊരു ഫലം? ആ കർമ്മത്തിന് ഫലമില്ല. ആ ഫലം എങ്ങനെ പോയി? ഇതിലേക്ക് പോയി, ഡൈവേർട്ട് ചെയ്തു. അതാണ് പറഞ്ഞത്, ഈശ്വരാർപ്പണ ബുദ്ധി കർമ്മം ചെയ്യാനായിട്ട് അറിയുന്നവരില്ല അജയ. അത് പഠിക്കണം. സ്വാമി പറയും, ഈ നിഷ്കാമ കർമ്മം ചെയ്യാൻ പഠിപ്പിച്ചു എന്നാണ് സ്വാമി ചിന്മയാനന്ദ സ്വാമി അവകാശപ്പെട്ടത്. കുറച്ച് പേരെ ഇവിടെ അനുഷ്ഠാനം ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് സ്വാമി ഒരു വേളയിൽ പറഞ്ഞു, ഞാൻ കുറച്ച് പേർക്ക് നിഷ്കാമ കർമ്മം ചെയ്യാൻ പഠിപ്പിച്ചു. ഇവിടെ നിഷ്കാമ കർമ്മം ചെയ്യാതെ ഈ പ്രാരബ്ധത്തെ അനുഭവിച്ചാൽ അത് എത്രയോ ജന്മത്തിലേക്കുള്ള എത്രയോ വിത്തുകളെ നമ്മൾ ഉണ്ടാക്കും പോലെയാണ്. ഈശ്വരാർപ്പണ ബുദ്ധി ചെയ്തു നോക്കും. ഞാൻ ചെയ്തെന്ന് അഭിമാനിക്കാതെ ചെയ്ത് നോക്കും. അതിലൊരല്പം പോലും ഞാൻ എന്നുള്ള ഭാവം ഇല്ലാതെ, അല്ലെങ്കിൽ അത് ഞാൻ ഈശ്വര ഗുരു അർപ്പണം ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതും യാതൊന്ന് ചെയ്വത് നാരായണ അർച്ചനകൾ ഈ രൂപത്തിൽ ചെയ്തു വന്നാൽ അവർ പറയുന്നു മനസ്സ് ശുദ്ധമായി തെളിയും. ഈ തെളിയുന്ന മനസ്സ് വിവേകം കൂടെ ഉണ്ടാക്കി കൊടുത്താൽ ഈ മനസ്സാണ് അഖണ്ഡാകാര വൃത്തിയെ ഉണ്ടാക്കുന്നത്. ആ മനസ്സിൽ ഈ പറയുന്ന ജീവൻ മുക്തി നിലയിലേക്ക് അത് കൊണ്ടുപോകും. വിഗ്രഹം സുന്ദരം കാഷായം പരധാരിണം ഗളതരേരുദ്രാക്ഷമാലാന്വിതം ബ്രഹ്മാനന്ദ സുഖപ്രശോഭിതമുഖം സംസ്ഥിതം ശ്രീരാമാനന്ദേശ്വരം ഗുരുവരം ഭൂയോ നമസ്യാമി. ശ്രീപാദകമലദ്വന്ദ്വം ആലംബനമകർഷണം ശ്രീരാമാനന്ദമൂർത്തേ മാം പ്രാഗിസംസാരായ ശ്രീരാമാനന്ദമൂർത്തേ മാം പ്രാഗിസംസാരായ ദേവാദേവതർവജ്ഞാനസ്താനന്ദവിഗ്രഹ മാരമണഭൂതേശാശ്രീധരകരണാനിധേ നമസ്കാരം ശരീരമർത്ഥം പ്രാണ